എന്താ ടെൻഷൻ അടിച്ചിരിക്കണ? ഒന്നും പറയണ്ട. ആ ജബ്ബാറിന് ആധാരം എടുത്ത് കൊടുക്കണ്ടേ? ഇന്നത്തെ കുറി കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നം. ആ കുറി എനിക്കും കിട്ടിയിട്ടില്ല. 4 ഉണ്ടല്ലോ. 4 ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആ കുറി കിട്ടുകയാണെങ്കിലേ മറിച്ചു ആ തലവേദന മാമ്പൊക്കെ അവരൊക്കെ ഒന്ന് വിളിച്ച് കെട്ടിയേക്ക്. മനസ്സിലായി? ഇപ്പൊ തന്നെ വിളിക്ക്. ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ അമ്പു, ഇന്ന് കുറി ഉണ്ടല്ലോ. ഇന്നത്തെ കുറി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എനിക്കൊന്ന് മറിക്കാവോ? കുറിയാ? ഞാൻ ഇത്തിരി പ്രശ്നത്തിലാണ്. അതെനിക്ക് തരാൻ പറ്റില്ലടാ. കാരണം ഞാനൊരു വീട് എടുത്തിട്ടുണ്ടേ. ആ വീടിന് കാശ് കൊടുക്കണം. എനിക്ക് ക്യാഷിന് അത്യാവശ്യമുണ്ട്. നീ വേറെ എന്തെങ്കിലും നോക്ക്. ഇപ്പം എനിക്ക് സമയമില്ല. ഞാൻ പിന്നെ വിളിക്കട്ടാ. പിന്നെ അവന് കൊടുക്കാൻ എനിക്ക് എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട്. എന്ത് പറഞ്ഞു? പറ്റില്ലെന്ന് പറഞ്ഞത്. ചെല്ലടാ, അയാൾ വിളിക്കുമ്പോ തന്നെ ഓടിച്ചല്ലേ. അയാള് വിളിച്ച അപ്പ ഓടിച്ചല്ലോ അല്ല. അയാൾ പറഞ്ഞില്ലേ ഇപ്പൊ തരാൻ പറ്റില്ലെന്ന്. ഞാനൊരു കാര്യം ചെയ്യ്, ആ ബാബുട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ബാബുട്ട, എവിടെയാണ്? ഹലോ ബാബുട്ടനെ, ഇവിടെ നടക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുട്ടാ, മറ്റേ കുറിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നു. അത് കുറിയാകുന്ന 4 പേരല്ലേ ഉള്ളൂ ഇപ്പൊ. അതെ, നിങ്ങൾ 2 പേരുണ്ട്. പിന്നെ നമ്മളെ തലവേദന മാമു അതേ ശരിയാവും തോന്നുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ വിളിച്ചിട്ട്. അപ്പൊ അതേപോലെ അപ്പൊ പിന്നെയുള്ള എൻ്റെ ഒരു ബന്ധുവാണല്ലോ, നിങ്ങൾ അറിയട്ടോ. അവരെ വിളിച്ചൊന്ന് സംസാരിക്കും. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാലോ, എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് നമ്മളെ കുറി എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വല്ല ഐഡിയാസ് എല്ലാം ഉണ്ടോ? ഐഡിയാസാ? അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യുന്നില്ല? അതെ, നമ്മുടെ സുഹൃത്തുണ്ട്. ഞാനൊന്ന് വിളിച്ചോട്ടെ, എന്തൊരു വഴി ഉണ്ടാവും. അവനോട് ഉണ്ട്, ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഹായ്. ഹലോ ബാബു, കുറി ആരാ നടത്തണം? ബാബുട്ടൻ. ഈ കുറി ഇല്ലേ, അത് എങ്ങനെയാണ് എടുക്കണത്, പിടിക്കുന്ന കാര്യങ്ങളൊക്കെ? സിഗരറ്റ് കൂടില്ലേ, റൗണ്ട് കട്ട് ആ രീതിയിൽ. അതെ, ഈ കുറി എടുക്കുന്ന സമയത്തെ ഈ മാമ്പു വന്നിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. തലവേദന പുള്ളി അത് കമ്പനി ചെക്ക് ചെയ്തെടുക്കും. ഇയാള് വരാൻ ചെയ്യൂല്ലേ? വരും കറക്റ്റ് ടൈമിൽ. പിന്നെ ഇയാള് എടുക്കാറുണ്ടോ? കുറി എടുത്തിട്ടുണ്ടോ? നറുക്കെടുത്ത് 3-4 വർഷം പുള്ളി ഞാൻ എടുത്തിരിക്കുന്നു. നിങ്ങളാരെയും എടുക്കണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഇതിലൊരു ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ഇയാള് കുറി എടുക്കുന്ന സമയത്ത് കുറി എടുക്കാന്ന് പറഞ്ഞാൽ കുറി എടുക്കുന്ന ടൈമിന് അയാൾ എടുക്കാൻ വേണ്ടി വന്നാൽ നിങ്ങളുടെ ബ്ലോക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും അവർ എടുക്കണം. ഒരു ഡ്രാമ രീതിയിൽ ടോസ് ഇട്ടിട്ട് അയാളെ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ എടുക്കണം. എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അത് ചൂട് വേണം, തണുപ്പ് വേണം. നിങ്ങൾ അത് മനസ്സിലായില്ല. ചൂട് വേണം, തണുപ്പ് മനസ്സിലായില്ല. ഐഡിയ ആണ് വെച്ചാലേ, കുറി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ടോക്കൺ ഉണ്ടല്ലോ, ആ ടോക്കൺ ഒന്നില്ലെങ്കിൽ ചൂട് വേണമെന്നുണ്ടെങ്കിൽ ആ ടോക്കൺ നമ്മളെ ഗ്യാസ് അടുപ്പിലിട്ടിട്ട് ഒരു സ്പൂണാവില്ല കയ്യിലിട്ടിട്ട് ഇത് ചൂടാക്കാം, നല്ലോണം ചൂടാക്കാം. എന്നിട്ട് വേഗം തന്നെ പോയിട്ട് കുറ്റിയിലിട്ടിട്ട് ഈ ആളെ കൊണ്ടിട്ട് ഇടിപ്പിക്കണം. അപ്പൊ നിങ്ങളെ ടോസ് ഉണ്ടാക്കിയേക്കാനുള്ള ആളെ കൊണ്ട് ഇടിപ്പിക്കാനാണ് പരിപാടി. തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാ ഈ ടോക്കൺ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിട്ട് വെക്കണം. ഈ കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ടുപോയിട്ട് വേഗം നറുക്കെടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യണം. കാര്യം എന്താ അറിയോ, ഇത് കുറച്ച് സമയം മാത്രമേ ചൂടും തണുപ്പും നിൽക്കുള്ളൂ. പിന്നെ ആരും ഒന്ന് ചെക്ക് ചെയ്താലും അത് പോകും, കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അത് നമുക്ക് അവിടെ ഒരു ഡ്രാമ രീതിയിൽ പരിപാടി നടത്താൻ പറ്റുള്ളൂ. ചെയ്യാൻ പറ്റുമോ? ഓക്കെ ശരി. എന്നാലേ ഇത് നടപടിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇയാൾ വരണതുകൊണ്ട് ഇയാളെ നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കളി കളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ വൈകിട്ട് എത്ര മണിക്കാണ്? കുറിച്ച് 5 മണിക്ക്. അപ്പൊ നിങ്ങൾ നടത്തും, ഞാനും വരാം. കുറിക്ക് 2 മിനിറ്റ് വന്നിട്ട് കാണാലോ. ഓക്കെ, പ്ലാൻ ചെയ്യും. ശരി, ഓക്കെ ശരി. ബാബുട്ടാ, ബാബുട്ടോ, അവനിപ്പോ തന്നെ വരും. എന്താണ് ബാബു?
5 മണിക്ക് ആൾക്കെടുക്കാൻ പറഞ്ഞാലേ 7 മണിയായാല നീ എപ്പോഴാണ് എടുക്കണത്? അതിനോട് 7 7 പോവാൻ സമയമുണ്ട്. കീഴോ കുറി എടുക്കാൻ പോണേണ്. ഇതിലിപ്പോ 7ാമത്തെ നടക്കണം. അതിൽ 4 പേരാണ് ഉള്ളത്. ആ 4 പേരിൽ ഒരാളിന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ 3 പേരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എടുക്കാമല്ലോ. ഈ കുറി ഞാൻ എടുക്കട്ടെ. ഈ കുറി ഞാൻ എടുത്തു. നിങ്ങൾ എടുത്തല്ലേ? ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. അല്ല എനിക്ക് ഇത്ര തിരക്കി നിങ്ങൾ കുറെ പ്രാവശ്യം എടുത്തിട്ടുള്ള പിന്നെ ആരും ഒരാൾ കിട്ടെ. നിങ്ങളിരിക്കേ ഹലോ നിങ്ങൾ നിങ്ങളിരിക്കേ നിങ്ങൾ ഏതെങ്കിലും ആൾ എടുക്കുക. അതിൽ ടോസർ നോക്കുക. നിങ്ങൾ ഹെഡ് നിങ്ങൾ ടൈൽ അതേ ഉള്ളൂ. ഹെഡിന്റെ ടൈലുണ്ട്. ഹെഡ് അദ്ദേഹത്തിന് എടുക്കാം. എന്ത് കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് വെച്ചിട്ടോ പോരാ. നടക്കാൻ വേണ്ട. 8 7 2 5 എടുത്ത ആള് തന്നെ. കണ്ണടക്കാണ് എന്താ എന്നാൽ പറഞ്ഞോണ്ട് കണ്ണടച്ചെടുക്കണ്ട്. നമ്പർ 5. എനിക്ക് കിട്ടിയോ? എന്നോട് ഞാൻ മതിക്ക് ചോദിച്ചല്ലേ. എനിക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ? നന്ദി വേണോടോ, നന്ദി. ചേട്ടാ പോണം. ഞാനും പോകും. എന്നാരും പറ്റിക്കാൻ നോക്കണം. എന്നാരും പറ്റിയിട്ടില്ല. എന്നെ തോൽപ്പിക്കാൻ നോക്കണം. കാണാടോ. ഇവനാരാണോ ഒരു പുതിയ അവതാരം? കാര്യങ്ങളൊക്കെ ഉഷാറായാ? അടിപൊളിയായിട്ടല്ലേ? ഓക്കെ അപ്പൊ പിന്നെ വേറെ വേറെ സംഭവം കൂടി ഉണ്ടാകും. നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ എന്നാ.